ഹലോ കൂട്ടുകാരി, ഞാൻ അരീബ. ഇന്നലെ നാഷണൽ റീഡിംഗ് ഡേ ആയിരുന്നു. റീഡിംഗ് ഡേക്ക് എൻ്റെ മോൾക്ക് സ്കൂളിൽ നിന്ന് കൊടുത്ത വർക്ക് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കുകയാണ്. ഇത്തരം വർക്കുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇതൊക്കെ ശരിക്കും കുട്ടികൾക്ക് തന്നെയുള്ളതാണോ എന്ന്, അല്ലേ? പാരൻസിനുള്ള വർക്കായിട്ടാണ് തോന്നാറ്. അങ്ങനെ ഞാനൊരു പ്ലക്കാർഡ് ഉണ്ടാക്കി എൻ്റെ മോൾക്ക് കൊടുത്തു. അങ്ങനെ രാവിലെ ഇവളെ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു. പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് യൂണിഫോമൊക്കെ ഇട്ടെല്ലാം സുന്ദരി മണിയായി നിന്നപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കിതിന് മാത്രം സമയം ഇടുന്ന, മോൻ എപ്പോഴും ഉറങ്ങുകയാണെന്ന്. എനിക്ക് 1.5 മാസം പ്രായമുള്ളൊരു മോനുണ്ട്. അപ്പോൾ അവൻ എപ്പോഴും ഉറങ്ങുകയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ ഫോട്ടോക്ക് പിന്നിലും, ചിരിക്കുന്ന ഓരോ ഫോട്ടോക്ക് പിന്നിലും നല്ല കഷ്ടപ്പാടുണ്ട്. നല്ല യുദ്ധം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഫോട്ടോസും അല്ലെങ്കിൽ ഓരോ വർക്കും ചെയ്തെന്ന് വിടുന്നത്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈ സമയത്തെക്കുറിച്ച് ഇവളിങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങൾക്ക് ഈ 24 മണിക്കൂർ ചിലർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, മറ്റ് ചിലർക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ പോലെ പ്രൊഡക്റ്റീവായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കി നമ്മുടെ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും, അല്ലേ? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റൂളുണ്ട്. അതായത് പണവും നമുക്ക് ഏറ്റവും വാല്യൂ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പണം, അല്ലേ? നമുക്ക് സന്തോഷം, ആരോഗ്യം വേണം, സമാധാനം വേണം, സന്തോഷം വേണം, അതൊക്കെയാണ് ജീവിതത്തിൽ വേണ്ടത് എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ പണം വേണം, അല്ലേ? അപ്പോൾ ഈ പണവും സമയവും തമ്മിലൊരു ബന്ധമുണ്ട്. അത് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ആ ബന്ധം എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും ഉള്ളത് ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറാണ്. അപ്പോൾ 24 മണിക്കൂറുള്ള യൂസുഫ് അലിയും 24 മണിക്കൂറുള്ള സാധാരണ ഒരു ജോലിക്കാരനും, അതായത് ദിവസം ഒരു 500 to 1000 വരെയൊക്കെ കൂലി വാങ്ങി ജോലി ചെയ്യുന്ന എന്താ പറയുക ഒരു സാധാരണ തൊഴിലാളിയും യൂസുഫ് അലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ സാധാരണ തൊഴിലാളിക്ക് 24 മണിക്കൂറുണ്ട്. അതിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചിലവഴിക്കുന്നത് 8-9 മണിക്കൂറാണ്. യൂസുഫ് അലി സാറിന് 24 മണിക്കൂറുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, യൂസുഫ് അലി സാറിന് എത്ര സ്റ്റാഫ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, അത്രയും അവേഴ്സാണ് സാറിന് പണം ഉണ്ടാക്കാനുള്ളത്. അതിന് കാരണം യൂസുഫ് അലി സാറ് വർക്ക് ചെയ്യുന്നു, അതുപോലെ സാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ, സാറിന് വേണ്ടി സമയം ചെലവഴിക്കാൻ ഒരുപാട് പേരുണ്ട്, അല്ലേ? അപ്പോൾ സാർ ആ സമയത്തിനെയാണ് മാനേജ് ചെയ്യുന്നത്. അവരുടെ എല്ലാവരുടെയും സമയം സാറിനുള്ളതാണ്. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദിവസത്തിൽ ഒരു 8-9 മണിക്കൂർ സാറിന് കിട്ടുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നു. വേറൊരു റൂൾസ് നോക്കാം. ഇനിയിപ്പോൾ സാധാരണ ഒരു നോർമൽ ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ കുറേ സ്റ്റാഫിനൊക്കെ വെച്ച് മറ്റുള്ളവരുടെ സമയമൊന്നും എടുക്കാൻ പറ്റില്ല, അല്ലേ? നമ്മൾ അനാവശ്യമായിട്ട് ചിലവഴിക്കുന്ന സമയങ്ങളുണ്ടാവും, അല്ലേ? വെറുതെ മടി പിടിച്ച് ആഴ്ചയിൽ 4-5 ദിവസം ജോലിക്ക് പോയി ബാക്കി സമയം വേസ്റ്റാക്കി കളയുന്നവർ. ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്, ഒരു വർക്ക് കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊരു ഇപ്പോൾ അടുത്ത് യൂട്യൂബിൽ ഒരു യൂട്യൂബറെ കണ്ടു. ഒരു സ്ത്രീയാണ്, 4-5 പിള്ളേരെ അമ്മയാണ്, പഠിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട്, ഈ യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഇവർക്ക് എവിടുന്നാണ് ഇത്രയും സമയം എന്ന് ഞാൻ ചിന്തിച്ചു. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന്. എൻ്റെ ഓരോ മിനിറ്റിനും എനിക്ക് വാല്യൂ ഉള്ളതാണ്. ഓരോ മിനിറ്റ് നമുക്ക് വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡ് നമുക്ക് വിലപ്പെട്ടതാണ്. ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ സമയമില്ലാത്തൊരു സമയം ഉണ്ടാവും, അല്ലേ? നമ്മളിങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ജീവിതകാലത്ത് ഈ ഒരു ജീവനുള്ള ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പലതും നമ്മൾ ചെയ്യാതെ മടി പിടിച്ച് നിന്നാൽ ജീവിതത്തിൽ തകർച്ചയല്ലാതെ ഒരു കാര്യം നമുക്ക് സംഭവിക്കാനില്ല. എന്നും മറ്റുള്ളവർ നമുക്ക് എല്ലാം കൊണ്ടുതരുമെന്ന് കരുതി നമ്മൾ ജീവിക്കാൻ പാടില്ല. പണത്തിനെക്കുറിച്ചും
സമയത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ബന്ധം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ജീവിത ലക്ഷ്യത്തിൽ എത്താൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വീഡിയോസൊന്നും ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല, തുടക്കമാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.